വേണം നമുക്കുമൊരു സിലിക്കൺ വാലി എന്ന പ്രമേയത്തിൽ ടാൽറോപ്പും റിപ്പോർട്ടർ ടിവിയും ചേർന്ന് കേരളത്തിലെ 14 ജില്ലകളിലും ഒരുക്കുന്ന എഡ്യൂടെക് കോൺക്ലേവുകളുടെ ഭാഗമായി കോട്ടയം ജില്ലാതല എഡ്യൂടെക് കോൺക്ലേവ് സംഘടിപ്പിച്ചു. ടെക്നോളജി, വിദ്യാഭ്യാസം, തൊഴിൽ, സംരംഭകത്വം എന്നിവയിലൂന്നി കേരളത്തിലെ ക്യാമ്പസുകളെ കാലിഫോർണിയയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ രൂപം കൊണ്ട സിലിക്കൺ വാലി മോഡലിൽ അപ്ഗ്രേഡ് ചെയ്യുന്നതിനുള്ള ടാൽറോപ്പിന്റെ ആശയത്തിന് മികച്ച പിന്തുണയാണ് ക്യാമ്പസ് മാനേജ്മെന്റ് പ്രതിനിധികളും അക്കാദമിക് പ്രതിനിധികളും ഉൾപ്പെടെ പങ്കെടുത്ത കോൺക്ലേവ് നൽകിയത്. മലയാളി യുവത്വത്തെ ഇവിടെ തന്നെ നിലനിർത്തുന്നതിന് വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും ഇന്നവേറ്റീവായ മാതൃകകൾ സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ടെന്ന് കോൺക്ലേവിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പറഞ്ഞു. ഏറ്റവും കൂടുതൽ ഒരു ബ്രെയിൻ ഡ്രൈവ് നടക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്നുള്ളത് ദുഃഖത്തോടു കൂടി ഞാൻ അനുസ്മരിക്കുകയാണ്. നമ്മുടെ കുട്ടികളെല്ലാം ആ നാട്ടിലേക്കൊക്കെ പോവുകയാണ്. പോകുന്ന ആളുകൾ എത്ര തിരിച്ചു വരുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള പെർസെൻറ്റേജ് ആരും നോക്കിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. പക്ഷെ പോകുന്നവരെല്ലാവരും ഇങ്ങോട്ട് വരില്ല, അവരവിടെ തന്നെ കൂടുകയാണ്. അപ്പോൾ കേരളത്തിലുള്ള ഈ സ്ഥിതി നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയട്ടെ. ഇന്ത്യയിലെ ഏറ്റവും മിടുക്കന്മാരായ കുട്ടികളെ കൊണ്ട് നിറഞ്ഞതാണ് നമ്മുടെ കേരളം. പക്ഷേ അവരുടെ സാധ്യതകളെ വികസിപ്പിച്ചെടുക്കുന്ന കാര്യത്തിൽ നമ്മൾ താഴോട്ട് പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം മറക്കരുത്. നിലവിലെ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ ഗുണവശങ്ങളും പോരായ്മകളും വിശദമായ സംവാദങ്ങൾക്കും തുടർ ചർച്ചകൾക്കും വിധേയമാക്കി പരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്ന പ്രോബ്ലം സെഗ്മെന്റിൽ കോട്ടയം ജില്ലയിലെ വിവിധ സ്കൂളുകളുടെയും കോളേജുകളുടെയും അക്കാദമിക് പ്രതിനിധികളും മാനേജ്മെന്റ് പ്രതിനിധികളും ആശങ്കകളും അഭിപ്രായങ്ങളും പങ്കുവച്ചു. തുടർന്ന് നടന്ന കേരളത്തിന് പുതിയൊരു പ്രൊഫഷണൽ വിദ്യാഭ്യാസ മാതൃക പരിചയപ്പെടുത്തുന്ന പാനൽ ഡിസ്കഷനിൽ റിപ്പോർട്ടർ TV കോർഡിനേറ്റിംഗ് എഡിറ്റർ സുജയ പാർവതി മോഡറേറ്ററായി. ടാൽറോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ആദ്യത്തെ 3 അക്ഷരങ്ങൾ TAL അത് റെപ്രസെന്റ് ചെയ്യുന്നത് ടാലന്റിനെയാണ്. അതായത് നമുക്ക് എല്ലാവർക്കും ഏതെങ്കിലും തരത്തിലുള്ള ടാലന്റ് ഉള്ളത് കൊണ്ടാണല്ലോ നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെ വന്ന് ഒന്നിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ടാലന്റ് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുവട്ടത്ത്, നമ്മുടെ സ്കൂളുകളിൽ, നമ്മുടെ കോളേജുകളിൽ ഒക്കെയുള്ള കുട്ടികളിൽ കേവലം പഠിക്കുന്നതിന് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഇൻഡസ്ട്രി റെഡി ആകുന്നതിനായി അവരിൽ ആ ഇൻഡസ്ട്രിക്ക് അല്ലെങ്കിൽ ആ പ്രൊഫഷനിലേക്ക് പോകുന്നതിനായുള്ള ഒരു പ്രൊഫഷണൽ ടാലന്റ് അല്ലെങ്കിൽ ഒരു സ്കിൽ ആ കുട്ടികളിലൊക്കെ ഉണ്ട്. അത് ബൂസ്റ്റപ്പ് ചെയ്യുന്നതിനായി നമ്മുടെ സ്കൂളുകളെയും കോളേജുകളെയും ഒക്കെ എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാം എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളായിരിക്കും ഇവിടെ നടക്കുക. സാമൂഹിക ജീവിതത്തോടൊപ്പം സഞ്ചരിക്കാൻ ഇന്നത്തെ വിദ്യാഭ്യാസ സംവിധാനത്തിന് കഴിയുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണെന്ന് റിപ്പോർട്ടർ TV കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺ പറഞ്ഞു. സ്റ്റാൻഫോർഡ് സർവകലാശാലയ്ക്ക് അത് സാധിച്ചുവെങ്കിൽ, ലേക്സൈഡ് പ്രിപ്പറേറ്ററി സ്കൂളിന് അത് സാധിച്ചുവെങ്കിൽ നമുക്കും അത് സാധ്യമാണ് എന്ന് തെളിയിക്കലാണ്. മാറി ചിന്തിക്കേണ്ട സമയമാണ്. മാറി ചിന്തിച്ചില്ലെങ്കിൽ മാറ്റം നമ്മളെ കടന്നു പോകും എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ എഡ്യൂക്കേഷൻ എക്കോസിസ്റ്റത്തിലേക്കാണ് നമ്മൾ ഇനി പരിണമിച്ചെത്തേണ്ടത്. ഇത്തരത്തിലൊരു ഇക്കോസിസ്റ്റം നമ്മുടെ ക്യാമ്പസുകളിലും നിലവിൽ വരുമ്പോൾ ഇവിടെയും ഫേസ്ബുക്കും ആമസോണും ആപ്പിളും പോലുള്ള ആഗോള കമ്പനികൾ നിർമ്മിച്ചെടുക്കാൻ കഴിയുമെന്നും ടാൽറോപ്പ് കോ-ഫൗണ്ടർ ആൻഡ് CEO സഫീർ നജ്മുദ്ദീൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്കും ഇതേ മാർക്ക് സുക്കർബർഗ്മാർ നമ്മുടെ സ്കൂളിലുണ്ട്, നമ്മുടെ കോളേജിലുണ്ട്. ഈ സ്റ്റീവ് ജോബ്സ്മാർ, ഈ ഇലോൺ മസ്കുമാർ, ഈ ജെഫ് ബെസോസുമാർ, ഇവരെല്ലാവരും നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഉണ്ട്. പക്ഷേ എവിടെ നമ്മുടെ ആമസോൺ, എവിടെ നമ്മുടെ ഫേസ്ബുക്ക് എന്ന് ചോദിക്കുമ്പോൾ അന്ന് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ഒരുക്കി കൊടുത്ത സിലിക്കൺ വാലി, ആ എക്കോസിസ്റ്റം ഒരുക്കി കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ ഞാനിപ്പോൾ പറയുമ്പോൾ ഇപ്പോൾ ആപ്പിളിൻ്റെ ഹെഡ് ഓഫീസ് എവിടെയാണ്? ഇതേ സിലിക്കൺ വാലിയിലാണ്. ഈ സിലിക്കൺ വാലിയിൽ അവരുടെ ഹെഡ് ഓഫീസ് വെച്ചിട്ട് അവരിത് ചൈനയിലും ഇന്ത്യയിൽ ഉൾപ്പെടുന്ന ഇപ്പോൾ തായ്വാനിൽ എങ്ങനെ ഈ രാജ്യങ്ങളിലൊക്കെ പ്രൊഡക്ഷൻ ചെയ്ത് വേൾഡ് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നമുക്ക് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൂടാ? ആഗോള കമ്പനികൾക്ക് കേരളത്തിൽ വിത്തുപാകുന്നതിനും തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിനും ഇൻഡസ്ട്രി അക്കാദമിക് ഗ്യാപ്പ് ഇല്ലാതാക്കുന്നതിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുൻകൈയെടുക്കേണ്ടതുണ്ടെന്ന് റിപ്പോർട്ടർ നെറ്റ്വർക്ക് പ്രസിഡന്റ് അനിൽ ഐരൂർ പറഞ്ഞു. ഈ ഇൻഡസ്ട്രി അക്കാഡമിക് ഗ്യാപ്പ് നമ്മൾ കുറച്ചിട്ട് നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും അവർക്ക് അത് എക്സ്പെരിമെൻ്റ് ചെയ്യാനുള്ള സ്പേസ് കൊടുക്കുക. നിങ്ങൾ അഡീഷണൽ ഫീസ് അവരുടെ നിന്ന് വാങ്ങിച്ചു, അവർ കൊടുക്കാൻ തയ്യാറാണ്. ഈ ഫീസിലേക്കാട്ടിൽ 10 times ഫീസാണ് അവർ വിദേശത്ത് പോയി കൊടുക്കാൻ പോകുന്നത്. സാധാരണ കുടുംബങ്ങൾ 14% ഇൻട്രസ്റ്റ് വാങ്ങിച്ചിട്ടാണ് അവർ 40 ലക്ഷം 50 ലക്ഷം കൊടുത്ത് പുറത്ത് പോയി പഠിക്കണേ. എന്തിനാണ് അവർ ഇവിടെ തന്നെ പഠിച്ച് ഇവിടെ തന്നെ അവർക്ക് ജോലി കിട്ടി പോകണല്ലേ നല്ലത്. കേരള CBSE സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് TPM ഇബ്രാഹിം, കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി K മണി, കോട്ടയം CMS കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് ജോഷ്വ, കാരിക്കോട് ശ്രീ സരസ്വതി വിദ്യാമന്ദിരത്തിന്റെ പ്രിൻസിപ്പൽ രഞ്ജിത്ത് R എന്നിവരും പാനലിസ്റ്റുകളായി ചർച്ചയുടെ ഭാഗമായി. ടാൽറോപ്പ് ക്യാമ്പസുകൾക്ക് വേണ്ടി ഒരുക്കിയ സ്കൂളുകളെ
ടെക്നോളജി നിയന്ത്രിത ലോകത്തേക്ക് സജ്ജരാക്കുന്ന ടെക്കറ്റ് സ്കൂൾ, ഇൻഡസ്ട്രി എക്സ്പീരിയൻസോടെ തൊഴിൽ ഉറപ്പു നൽകുന്ന ജോബ് ഷുവർ ക്യാമ്പസ്, ടെക്നോളജി ആൻഡ് എൻ്റർപ്രണർഷിപ്പ് ഹബ്ബ് ഒരുക്കി അനവധി ഇൻഡസ്ട്രികളെ ക്യാമ്പസിലെത്തിക്കുന്ന ടെക്കി സ്പാർക്ക് എന്നീ പ്രൊജക്റ്റുകളുടെ പ്രസന്റേഷനും നടന്നു. റിപ്പോർട്ടർ, കോട്ടയം.